BJP കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെ തുടർന്ന് നേതൃത്വമായി ഇടഞ്ഞ മുതിർന്ന നേതാവ് എൻ രാധാകൃഷ്ണനെ NDA വൈസ് ചെയർമാനാക്കി. NDA ചെയർമാൻ രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ വൈസ് ചെയർമാനെ പ്രഖ്യാപിച്ചത്. കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെയും ഭാരവാഹിത്വത്തിൽ പരിഗണിക്കാത്തതിനെതിരെയും എൻ രാധാകൃഷ്ണന് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ വായിച്ചിരുന്നു. അലക്സ്, വൈസ് ചെയർമാൻ സ്ഥാനം കൊടുത്ത് ആ പ്രശ്നം കോംപ്ലിമെന്റ്സ് ആക്കിയോ? ഹാഷ്മി, അത് കോംപ്ലിമെന്റ്സ് ആക്കി. അങ്ങനെ ANRനെ മെരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഭാരവാഹി പട്ടിക BJP പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിൽ ഉൾപ്പെടാതെ പോയ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് എൻ രാധാകൃഷ്ണൻ നേരത്തെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു. അത് മാത്രമല്ല എറണാകുളത്തു നിന്നുള്ള മുതിർന്ന നേതാവാണ് അദ്ദേഹം കോർ കമ്മിറ്റിയിൽ കൂടെ ഉൾപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തെ ഭാരവാഹിത്വത്തിൽ പരിഗണിച്ചില്ല. അതുമാത്രമല്ല കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. വലിയ വിയോജിപ്പും അതൃപ്തിയും എൻ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് പാർട്ടി നേതൃത്വത്തെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഈ വിഷയങ്ങൾ കോംപ്ലിമെന്റ്സ് ആക്കിയത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു ചുമതല ANRന് നൽകുന്നത്. എൻ രാധാകൃഷ്ണനെ NDAയുടെ, അതായത് BJP ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന വൈസ് ചെയർമാനാക്കി നിയമിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനം NDA ചെയർമാൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ANR ഒരുപക്ഷെ ഹാപ്പി ആയിരിക്കാം. ഹാഷ്മി.